അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. ബഹുമാനികളെ, മഹാനായ അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിലെ പ്രമുഖനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ സംഘം ആളുകളെ ഒരു നാട്ടിലേക്ക് യുദ്ധത്തിന് വേണ്ടി, ദീനീ പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞയക്കുകയുണ്ടായി. അങ്ങനെ അവരാ നാട്ടിലെത്തി ആ നാട്ടുകാരുമായിട്ട് ചില ചെറിയ പോരാട്ടങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആളുകളെല്ലാം ഓടി രക്ഷപ്പെടുകയുണ്ടായി. ആ ഓടിപ്പോകുന്നവരിൽ ഒരാളെ ഈ സൈന്യം പിടികൂടി. മുസ്ലിം സൈന്യത്തിൻ്റെ പിടിയിലകപ്പെട്ടപ്പോൾ അദ്ദേഹം ഇനി താൻ വധിക്കപ്പെടുമെന്ന് ബോധ്യമായപ്പോൾ മറ്റൊരു മാർഗവുമില്ലാതെ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിച്ചു പറഞ്ഞു. ഈ സ്വഹാബത്ത് മനസ്സിലാക്കിയത് ഇയാൾ ഇസ്ലാമിൻ്റെ വലിയ ശത്രുവാണ്, ഇസ്ലാമിന് ഒരുപാട് പ്രയാസങ്ങൾ ഏൽപ്പിച്ച മനുഷ്യനാണ്, എന്നിട്ട് പിടിക്കപ്പെട്ടപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണല്ലോ ഈ വർത്തമാനം പറയുന്നത് എന്ന് കരുതിയിട്ട് ആ സ്വഹാബത്തിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്ന ആളുകൾ അദ്ദേഹത്തെ വധിച്ചു കളയുകയുണ്ടായി. അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞ് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹും കൂട്ടുകാരും മദീനയിലേക്ക് മടങ്ങിയെത്തി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മുത്തുനബി തങ്ങളൊരു വർത്തമാനം ചോദിച്ചു. മൻ ലക ബിലാ ഇലാഹ ഇല്ലല്ലാഹ് യൗമൽ ഖിയാമ. ഓ ഉസാമത്ത് ബിൻ സെയ്ദേ, മൻ ലക, ആരാണ് നിനക്ക് രക്ഷകനായിട്ടുണ്ടാവുക? ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹുമായിട്ട് വന്നാൽ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആ മനുഷ്യൻ നിങ്ങൾ കൊന്നില്ലേ? അയാൾ അള്ളാഹുവെ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിരുന്നു, ഞാൻ മുസ്ലിമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ ഖിയാമത്ത് നാളിൽ വന്നാൽ ആരാണ് നിങ്ങൾക്ക് രക്ഷിക്കാനുണ്ടാവുക എന്ന് ചോദിച്ചു. ഉസാമത്ത് ബിൻ സെയ്ദ് അള്ളാഹുവിനെ പറയാം. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നമാ ഖാലഹ മഖാഫത്ത് സിലാഹ്. അയാൾ ആ വർത്തമാനം പറഞ്ഞത് ഞങ്ങളുടെ ആയുധം കണ്ട് പേടിച്ചിട്ട് മാത്രമാണ്, അല്ലാതെ മനസ്സിൽ ഈമാൻ ഉണ്ടായിട്ട് പറഞ്ഞതല്ല എന്ന് പറഞ്ഞു. ഉടനെ മുത്തുനബി തങ്ങൾ ചോദിച്ചു, അഫലാ ഷഖഖ്താൻ ഖൽബി, ആ മനുഷ്യൻ്റെ ഹൃദയം പിളർന്നു നോക്കിയോ, അത് പൊളിച്ചു നോക്കിയോ? ഹത്താ തഅലമ മിൻ അജ്ലി ദാലിക ഖാല ഹാംല, അപ്പോഴല്ലേ നിനക്ക് അദ്ദേഹം അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണോ അല്ലേ എന്ന് പറഞ്ഞത് നിനക്ക് മനസ്സിലാവുള്ളൂ. അയാളുടെ ഹൃദയം പിളർന്നു നോക്കിയോ? മല്ലക ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹുമായിട്ട് ആ മനുഷ്യൻ വന്നാൽ ആരാണ് നിങ്ങളെ രക്ഷപ്പെടുത്തുക? ഫമാസാലെ ഖുലുഹ, മുത്തനബി തങ്ങൾ അതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മോമിനികളെ, ഞാൻ എന്തിനാണ് ഈ വർത്തമാനം പറഞ്ഞതെന്നറിയോ? ഒരാൾ ദീനുൽ ഇസ്ലാമിൽ മെമ്പറാകാൻ, അതല്ലെങ്കിൽ ഒരാൾ മുസ്ലിമായി മാറാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മളെല്ലാവരും കുട്ടിക്കാലം മുതലേ പഠിച്ചറിഞ്ഞ കാര്യമാണ് ഷഹാദത്ത് കലിമ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന സത്യവാചകം അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് പറയുക എന്നുള്ളതാണ് ഒരാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള മാർഗം. അങ്ങനെ ഒരാൾ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ടത് പറഞ്ഞാൽ അയാൾ മുസ്ലിമാണ്, അയാളെ നമ്മൾ സ്വീകരിക്കണം. ഒരു മുസ്ലിമിന് നൽകേണ്ട എല്ലാ പരിഗണനയും നമ്മൾ അയാൾക്ക് നൽകണം. ഇതാണ് ഇസ്ലാമിൻ്റെ നിലപാട്. ഈ നിലപാടിൽ യാതൊരു മാറ്റവുമില്ലല്ലോ. എന്നാൽ ഒരാൾ മനസ്സിൽ ഇല്ലാതെ തന്നെ, മനസ്സുകൊണ്ട് ഉറപ്പിക്കാതെ അംഗീകരിക്കാതെ തന്നെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ എന്ത് ചെയ്യണം? അയാളും മുസ്ലിമാണെന്നും അയാളെ സ്വീകരിക്കുകയും മുസ്ലിമിൻ്റെ എല്ലാ നിയമവ്യവസ്ഥകളും ബാഹ്യമായിട്ട് അയാൾക്ക് ബാധ്യതയുമാണ്, അതൊക്കെ നിറവേറ്റേണ്ടതാണ് എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. ചിലപ്പോൾ അയാൾ പല ലക്ഷത്തിലാകാം ഈ വാക്ക് പറഞ്ഞത്. മനസ്സുകൊണ്ട് അയാൾ അള്ളാഹുവിനെ വിശ്വസിക്കുന്നില്ല, മുത്തുനബി തങ്ങളെ വിശ്വസിക്കുന്നില്ല. പക്ഷേ അയാൾ നാവ് കൊണ്ട് ഈ വാചകം പറയുന്നുണ്ട്, ഞാൻ മുസ്ലിമാണ് എന്നത് അയാൾ പറയുന്നുണ്ട്. അയാളെയും മുസ്ലിമായിട്ട് ഭൗതികമായ നിയമങ്ങളിലൊക്കെയും അയാളെ മുസ്ലിമായിട്ട് പരിഗണിക്കപ്പെടുന്ന ഇസ്ലാമിൻ്റെ നിയമം. അയാൾ ചിലപ്പോൾ ഒരു കല്യാണം കഴിക്കാൻ വേണ്ടിയോ, കച്ചവടം നടത്താൻ വേണ്ടിയോ, അതല്ലെങ്കിൽ നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു 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 അവസ്ഥ ലഭിക്കാൻ വേണ്ടിയോ, അതല്ലെങ്കിൽ നികുതി കൊടുക്കാതെ ജീവിക്കാൻ വേണ്ടി, എന്ത് ലക്ഷ്യത്തിലാകട്ടെ അയാൾ പറഞ്ഞത്. പക്ഷേ അയാളെ ബാഹ്യമായിട്ട് അയാൾക്ക് മുസ്ലിമിൻ്റെ ഇസ്ലാമിൻ്റെ നിയമം നൽകൽ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം നഹ്നു നഹ്കും ബിൽ ളവാഹിർ വല്ലാഹു യതവല്ല സറായിർ വല്ലാഹു യഹ്കും ബിൽ ബവാത്തിൻ എന്നൊക്കെയാണല്ലോ. നമുക്ക് അദ്ദേഹത്തിൻ്റെ ബാഹ്യമായ അവസ്ഥ കൊണ്ട് വിധിക്കാൻ പറ്റുള്ളൂ. അയാളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അത് തീരുമാനിക്കേണ്ടവൻ അള്ളാഹുവാണ്. നാവ് കൊണ്ട് പറഞ്ഞവനെ പോലും മുസ്ലിമായി അംഗീകരിക്കണമെന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. നോക്കൂ നിങ്ങൾ, യഥാർത്ഥ മുസ്ലിമീങ്ങളെല്ലാവരും
ഈ ഒരു നിലപാട് സ്വീകരിച്ചിട്ടാണ് മുത്തുനബി തങ്ങളുടെ കാലം മുതൽ ഇന്ന് വരെ ജീവിച്ചിട്ടുള്ളത്. ഒരു മുസ്ലിമായ മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രവൃത്തി കാരണം ഒരിക്കലും ആ മനുഷ്യൻ നമുക്ക് കാഫിർ എന്ന് പറയാൻ പാടില്ല. അയാളെ കാഫിർ എന്ന് വിളിക്കരുത്. അത് മഹാപാപമായിട്ടാണ് ഇസ്ലാം കണക്കാക്കിയിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസും മിൻ അസ്വലിൽ ഈമാൻ, 3 കാര്യങ്ങൾ അത് ഈമാനിൻ്റെ അടിസ്ഥാന കാര്യങ്ങളാണ്, അടിസ്ഥാന പേരുകളാണ് 3 അൽ കഫ് അമ്മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഒരാളെ തൊട്ട് തടഞ്ഞു വെക്കുക. അതായത് അയാൾക്ക് ഇസ്ലാമിക ഭരണം നടക്കുന്ന രാജ്യത്തിൽ ഒരു ഉപദ്രവം അയാൾക്ക് ഏൽപ്പിക്കാൻ പാടില്ല. വലാ നുകഫിറുഹു ബിദംബിൻ, അയാൾ ചെയ്ത ഒരു തെറ്റ് കാരണം നമ്മൾ അയാളെ കാഫിറാക്കാൻ പാടില്ല. വലാ നുഖ്രിജുഹു മിനൽ ഇസ്ലാമി ബിഅമലിൻ, അയാൾ ചെയ്യുന്ന ഒരു അമല് കാരണം അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾപ്പെട്ടതാണ്. ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. എന്നാൽ നോക്കൂ നിങ്ങൾ, ഇസ്ലാമിൻ്റെ ലേബലിൽ ജീവിക്കുന്ന ചില ആളുകൾ അവർ ഇന്ന് മുസ്ലിമീങ്ങളെ കാഫിറാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വഹാബത്തിൻ്റെ കാലത്ത് തന്നെ ഖവാരിജുകൾ ഈ പണി ചെയ്തിരുന്നു. അവർ വഴിവേച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരാണ് എന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ച വിഭാഗമാണ് ഖവാരിജുകൾ എന്ന് പറയുന്നത്. സ്വഹാബത്തിനെ കാഫിറാക്കിയ ആളുകളായിരുന്നു ഖവാരിജിയാക്കൾ. ഇവരെ പറ്റി നബി തങ്ങൾ പറഞ്ഞത് യംറുഖൂന മിനൽ ഇസ്ലാമി കമാ യംറുഖു സഹ്മു മിനർ റമ്യ, ഒരു ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുമെന്നാണ് മുത്തനബി തങ്ങൾ അവരെ പറ്റി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇന്ന് നോക്കൂ നിങ്ങൾ, ഈ ഖവാരിജിയാക്കളുടെ പ്രേതം ബാധിച്ച ചില പണ്ഡിത വേഷധാരികൾ നമ്മുടെ നാട്ടിലെ പുത്തനാശയക്കാരുടെ വലിയ അംഗീകാരമുള്ള നേതാക്കന്മാരായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന മുട്ടോളം താടിയൊക്കെ ഉള്ള തലയിൽ തലപ്പാവോ തൊപ്പിയോ ധരിച്ച ചില വേഷധാരികൾ ശരിക്കും ഖവാരിജിൻ്റെ പ്രേതം ബാധിച്ച ആളുകളാണ്. ഇന്ന് നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ ആഴ്ച പരസ്യമായി ആ മനുഷ്യൻ ഒരു പള്ളിയിൽ വെച്ച് ഖുത്ബ നിർവഹിച്ചത്. അദ്ദേഹം പറയാണ്, നമ്മുടെ നാട്ടിലെ സുന്നികളുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളുടെ സമസ്തക്കാരുടെ ഒക്കെ പള്ളികൾ അത് അമ്പലങ്ങളാണ്. ആ പള്ളികളിൽ നിസ്കരിക്കുന്ന മുസ്ലിമീങ്ങൾ കാഫിരീങ്ങളാണ്. അവിടുത്തെ ഇമാമമാർ സ്വാമിമാരും പൂജാരിമാരുമാണ്. എത്ര നീചമായ വർത്തമാനമാണ് പറഞ്ഞത് നിങ്ങൾ നോക്കണം. പരസ്യമായി ഈ സോഷ്യൽ മീഡിയയുള്ള ഈ കാലഘട്ടത്തിൽ പരസ്യമായിട്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ അംഗീകരിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും കാഫിറാക്കി മാറ്റിയിരിക്കുകയാണ്. കാഫിരീങ്ങൾ പോലും പറയാത്ത വർത്തമാനം പറഞ്ഞു. ഒരു പള്ളിയെക്കുറിച്ച് ഇത് അമ്പലമാണെന്ന് കാഫിരീങ്ങൾ പറയില്ല. എന്നാൽ പള്ളികളെ പറ്റി അത് അമ്പലമാണെന്നാണ് പറഞ്ഞത്. അവിടുത്തെ ഇമാമിമാരും ഉസ്താദുമാരും നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളും പൂജാരിമാരും സ്വാമിമാരുമാണെന്ന് പരസ്യമായിട്ട് ഇതാ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, എത്ര വേദനാജനകമായൊരു വർത്തമാനമാണിത്. നമ്മൾ ഇന്ന് വരെ ഒരു മുബത്തദിയൻ്റെ അഹ്ലുകാരെ പറ്റിയും ഒരു തമ്മാടികളായ ആളുകളെ പറ്റിയും കാഫിര്യങ്ങളൊന്നും സുന്നികളാരും സുന്നത്തെ ജമാഅത്തിൻ്റെ അഹ്ലുകാർ ആരും പറഞ്ഞിട്ടില്ല, പറയാനും പാടില്ല. ഇതല്ലേ ഇസ്ലാമിൻ്റെ വിശ്വാസം. നമ്മൾ അവരെ പറ്റി മുബത്തദീയങ്ങളാണ്, പുത്തനാശയക്കാരാണ്, വഹാബികളാണ്, അതുപോലെ തന്നെ തെറ്റ് ചെയ്യുന്ന ആളുകൾ ഫാസിഖീങ്ങളാണ്, ഇതൊക്കെ പറയാറുണ്ട്. അതൊക്കെ പറയപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അവരെ പോലും നമ്മൾ ഇതുവരെ ഒരു വഹാബിയെ ചൂണ്ടിയിട്ട് ഇദ്ദേഹം കാഫിറാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അത് പറയാറില്ലല്ലോ, അത് പറയാൻ പാടുമില്ലല്ലോ. ഒരു മുസ്ലിമിനെ പറ്റി കാഫിർ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഈ പറയുന്നതാക്കുണ്ടാകുന്ന നഷ്ടം? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാല റജുലു ലി അഖീഹി യാ കാഫിർ, ഒരാൾ തൻ്റെ സഹോദരനെ കുറിച്ച് ഓ കാഫിറെ, കാഫിറായവര് എന്ന് പറഞ്ഞാൽ ബാഅ ബിഹി അഹദുഹുമാ, അവർ രണ്ടിലൊരാൾ കാഫിറായി മടങ്ങും, അതിനുള്ള സാധ്യത ഉണ്ട്. നിങ്ങൾ ഈ വിളിക്കപ്പെട്ടവൻ കാഫിറാകണം. വിളിക്കപ്പെട്ടവൻ കാഫിർ അല്ലെങ്കിൽ വിളിച്ചവൻ കാഫിറായി മടങ്ങാനുള്ള സാധ്യത ഉണ്ട്. അവൻ കാഫിറായി പോകുന്ന പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, മുഅ്മിനിനെ കാഫിർ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകൂലേ? അയാൾ കുഫറിലേക്ക് മടങ്ങാനുള്ള സാധ്യത ഉണ്ടെന്നല്ലേ മുത്തുനബി തങ്ങൾ പറഞ്ഞത്. എത്ര വലിയ പാപമാണ് ഈ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ നോക്കൂ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി കാരണം അവരെ കാഫിർ എന്ന് പറയാൻ പാടില്ല. അതേത് തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണെങ്കിലും ഷിർക്ക്, പരസ്യമായ ഷിർക്ക്, അതല്ലെങ്കിൽ കുഫർ ഒരു മനുഷ്യനുണ്ടാകാത്ത കാലത്തോളം എങ്ങനെയാണ് അവരുടെ അമലുകളുടെ വിഷയങ്ങൾ വെച്ച് കാഫിർ എന്ന് പറയുക? ഇദാ ഖാല റജുലു ലി അഖീഹി യാ കാഫിർ ബഅ ബിഹി അഹദുഹുമാ. ഒരുപാട് സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ റിവായത്ത് ചെയ്യുന്നൊരു ഹദീസ് നോക്കൂ നിങ്ങൾ. അബൂ തുഫൈൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വഹാബികളുടെ കൂട്ടത്തിൽ അവസാനം വഫാത്തായ സ്വഹാബിയാണ് അബൂ തുഫൈൽ എന്ന് പറയുന്നവർ. അന്ന് മദീനയിലുണ്ടായിരുന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തിനൊരു കുട്ടിയുണ്ടായി. അലാഹിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങളുടെ കാലത്ത് ഒരാൾക്കൊരു കുട്ടിയുണ്ടായി. ആ കുട്ടിയുമായിട്ട് മുത്തുനബി തങ്ങളുടെ സമീപത്ത് അയാൾ വന്നു.
നബി തങ്ങളാം ആ കുട്ടിയുടെ നെറ്റിത്തടത്തിൽ അവിടുത്തെ സർഫാക്കപ്പെട്ട കൈ ഇങ്ങനെ വെച്ച് ബർക്കത്തുണ്ട് ദ്വാരുന്ന. അപ്പോൾ ആ കുട്ടിയുടെ നെറ്റിയിൽ ഒരു സുന്ദരമായ ആകൃതിയിൽ ഇങ്ങനെ നല്ല രസമുള്ള സുന്ദരമായ രോമങ്ങൾ ഇങ്ങനെ ഇങ്ങനെ മുളച്ചു വന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫലമാക്കാന സമനിൽ ഖവാരിജിയാക്കളുടെ കാലഘട്ടം വന്നപ്പോൾ അഹബ്ബഹും, ഈ കുട്ടി ആരെ ഇഷ്ടപ്പെട്ടു? വളർന്ന് വലുതായപ്പോൾ ഖവാരിജിയാക്കൾ ഇഷ്ടപ്പെട്ടു. പിന്നെ അവർ മുസ്ലിമീങ്ങളെ കാഫിര്യങ്ങൾ എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ ഈ കുട്ടി നോക്കൂ, നിങ്ങൾ മുസ്ലിമീങ്ങളെ കാഫിർ എന്ന് പറഞ്ഞിട്ട് പറയാൻ തുടങ്ങിയ ഫസഖത്ത് ജബഹത്തിഹി, അയാളുടെ ആ നെറ്റി തടന്ന് ആ കണ്ടാൽ ആ നല്ല ഭംഗിയുണ്ടായിരുന്ന മുത്തുനബി തങ്ങളുടെ കൈ തട്ടിയപ്പോൾ ഉണ്ടായ ആ പ്രത്യേകമാക്കപ്പെട്ട രോമങ്ങൾ അയാളുടെ നെറ്റി തടന്ന് വീണുപോയിന്ന. പിന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് ഉപദേശിച്ച് ഹത്താറജ അൻറഈഹിം, ആ ഖവാരിജിയാക്കളുടെ ആശയങ്ങൾ ഈ മനുഷ്യൻ മടങ്ങിയെന്ന്. അപ്പോൾ അള്ളാഹു താല അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടത്തിലേക്ക് ആ മുടികളെ മടക്കി കൊടുക്കുകയും അദ്ദേഹം തോപ ചെയ്യുകയും ചെയ്തു എന്ന് അഹ്മദ് അംബൽ തങ്ങളുടെ റിവായത്തിൻ്റെ മുസ്ലിമിൽ കൊണ്ടുവന്ന ഹദീസാണിത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യനെ കുഫറിലേക്ക് ചേർക്കുക എന്നുള്ളത് ആ മനുഷ്യനിൽ നിന്നുള്ള ഈമാൻ്റെ അടയാളങ്ങളും ഊരിപ്പോകാനുള്ള കാരണമാകുന്നു. ഈ മനുഷ്യനെ ഖവാരിജത്തിൻ്റെ കൂടെ കൂടി മുസ്ലിമീങ്ങളെ കാഫിര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഈമാൻ്റെ അടയാളം അയാൾ നിന്ന് ഉയർത്തപ്പെടുകയാണ്. പിന്നെ തോപ ചെയ്ത് ആ മനുഷ്യൻ താൻ ചെയ്ത ആ പ്രവൃത്തിയിൽ നിന്ന് മടങ്ങി വന്നപ്പോഴാണ് അള്ളാഹു തആല മനുഷ്യൻ്റെ മുഖത്തേക്ക് ഈമാനികമായ പ്രഭ കൊടുത്തതെന്ന്. അള്ളാഹു തആല നമ്മളെല്ലാവരെയും ഇത്തരം വലിയ ഫിത്നകളിൽ നിന്ന് ഫസാദിൽ നിന്ന് സംരക്ഷിക്കുമാറാവട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.